അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 26 അധ്യായം 24 വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ നിൻ്റെ ജീവൻ നിന്ന് എനിക്ക് വിലയേറിയതായിരുന്നതുപോലെ എൻ്റെ ജീവൻ യഹോവയ്ക്ക് വിലയേറിയതായിരിക്കട്ടെ. അവൻ എന്നെ സകല കഷ്ടതയിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. ഇശായിയുടെ മകനായ ദാവീദ് തൻ്റെ അപ്പൻ്റെ ആടുകളെ തീറ്റുന്ന സമയങ്ങളിലെല്ലാം കിന്നരം വായിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുന്നവനായിരുന്നു. ആ ദാവീദിനെ തൻ്റെ പിതാവ് തൻ്റെ മൂത്ത മക്കളായ പട്ടാളക്കാരുടെ ക്ഷേമം അന്വേഷിക്കേണ്ടതിന് ഇസ്രയേൽ മക്കളും ഫിലിസ്ത്യരും മുഖാമുഖം അണിനിരന്നു നിൽക്കുന്ന യുദ്ധമുഖത്തേക്ക് പറഞ്ഞയച്ചു. ദാവീദ് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഫിലിസ്ത്യ മല്ലനായ ഗോലിയാത്ത് ഇസ്രയേലിൻ്റെ രാജാവും യഹോവയെ തള്ളിക്കളഞ്ഞവനുമായ കീശിൻ്റെ മകൻ ശൗലിനെയും ഇസ്രയേലിൻ സൈന്യനിരകളെയും 40 ദിവസമായി വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നതും ശൗലും പടയാളികളും ആ വെല്ലുവിളിയുടെ ശബ്ദം കേട്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്നതുമായ കാഴ്ചയായിരുന്നു. എന്നാൽ യഹോവയുടെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള ദാവീദ് അത് കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രയേൽ സൈന്യം കേൾക്കെ പറഞ്ഞത് ഇപ്രകാരമാണ്: ഗോലിയാത്തിനെ കൊന്ന് ഇസ്രയേലിൽ നിന്നും നിന്ന മാറ്റിത്തന്നാൽ എനിക്ക് എന്ത് തരും? ഒടുവിൽ ശൗൽ രാജാവും ദാവീദിൻ്റെ ആ വാക്ക് കേട്ടു. ശൗൽ രാജാവിനോട് ദാവീദ് ആ വാക്ക് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞത്, നീ ഒരു ബാലകൻ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്നാണ്. 1 ശമൂവേൽ 17 അധ്യായം 33 വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ശൗലിൻ്റെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളേക്കാൾ ശക്തമായിരുന്നു ദാവീദിനുള്ള സാക്ഷ്യം. ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരിക്കലൊരു സിംഹം ആട്ടിൻകൂട്ടത്തിൽ നിന്നും ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ അതിൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് ആട്ടിൻകുട്ടിയെ മോചിപ്പിച്ചു. അപ്പോൾ സിംഹം എൻ്റെ നേരെ ചാടി വന്നു. ഞാൻ അതിൻ്റെ വായ്ക്ക് പിടിച്ച് കീറി കൊന്നുകളഞ്ഞു. അതുപോലെ തന്നെ ഒരിക്കലൊരു കരടി വന്നു. ഞാൻ അതിനെയും കൊന്നുകളഞ്ഞു. സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച് ഇസ്രയേലിൽ നിന്നും നിന്ന മാറ്റിക്കളയും എന്ന് പറയുകയും ഗോലിയാത്തിൻ്റെ നേരെ ഓടുകയും ചെയ്തു. ഒരു കവിണയും ഒരു കല്ലും കൊണ്ട് ദാവീദ് ഫിലിസ്ത്യനെ ജയിച്ചു. ഗോലിയാത്തിൻ്റെ തന്നെ വാളെടുത്ത് അവൻ്റെ കഴുത്തറുത്ത് തലയുമായി ശൗൽ രാജാവിൻ്റെ മുന്നിലേക്ക് ദാവീദ് നടന്നടുത്തു. ഇത് കണ്ട ഇസ്രയേൽ സ്ത്രീകൾ വിളിച്ചു പറയുകയാണ്, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. ഇത് കേട്ട ശൗലിന് ദാവീദിനോട് അസൂയ തോന്നി. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 തന്നുള്ളൂ എന്ന് പറഞ്ഞു. അന്നു മുതൽ ശൗലിനെ ദാവീദിനോട് കണ്ണുകടി തുടങ്ങിയെന്ന് 1 ശമൂവേൽ 18 അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും നമുക്കുള്ള സന്ദേശം എന്തെന്നാൽ, എത്ര വലിയ ഭീകര സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് യേശുവിൻ്റെ ആത്മാവാണ് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ ശലോമോൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെടണം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ദൈവാത്മാവിൽ ആശ്രയിക്കുകയും ദൈവാത്മാവിനെ പാപം ചെയ്ത് ദുഃഖിപ്പിക്കാതിരിക്കുകയും ചെയ്ത് ഒരു വിശുദ്ധ ജീവിതം നാം നയിക്കണം. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മെ രക്ഷിക്കുവാൻ കർത്താവ് വരുമെന്ന് നാം ഓർക്കണം. പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവർ ആകാതെ ദൈവവചനം അനുസരിച്ചുകൊണ്ട് നാം ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴിൽ താഴ്ന്ന് ഇരിക്കുന്നവരാകണം. ഗോലിയാത്തിനെ കൊന്ന് ഞാൻ ഇസ്രയേലിൽ നിന്നും നിന്ന മാറ്റിത്തരാമെന്ന് ദാവീദ് പറയുമ്പോൾ ശൗൽ അവൻ്റെ ധൈര്യം കെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. ശൗൽ പറയുകയാണ്, നീ ബാലകൻ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു. എന്നാൽ ആ വാക്ക് കേട്ട് ദാവീദ് ഭയപ്പെടുകയല്ല ചെയ്തത്, പിന്നെയോ കൂടുതൽ ശക്തിയോടെ താൻ തൻ്റെ സാക്ഷ്യം പറയുകയാണ് ചെയ്തത്. മറ്റുള്ളവരുടെ പേടിപ്പിക്കുന്ന വാക്കുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ നാം നല്ല സാക്ഷ്യമുള്ളവരായി ജീവിക്കുകയും നമ്മിൽ പാപമില്ലാതെ നമ്മെ തന്നെ കാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പേടിപ്പിക്കുന്ന വാക്കുകൾ ശൗലിൽ നിന്ന് കേട്ട ദാവീദ് പറയുകയാണ്, ഞാൻ സിംഹത്തെയും കരടിയെയും കൊന്നിട്ടുണ്ട്. യഹോവയാണ് എന്നെ അതിന് പ്രാപ്തനാക്കിയത്. പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞ് വീശുമ്പോൾ പ്രശ്നങ്ങളെ നോക്കി ഭയപ്പെടുകയല്ല, മറിച്ച് പ്രശ്ന പരിഹാരകനായ കർത്താവായ യേശു ക്രിസ്തുവിനെ യഹോശാഫാത്തിനെ പോലെ പാടി സ്തുതിക്കുകയാണ് വേണ്ടത്. യഹോശാഫാത്ത് പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവനെതിരെ വന്ന ശത്രുക്കൾ പരാജയപ്പെട്ടു.
ഏത് സാഹചര്യത്തിലും നാം സങ്കീർത്തനക്കാരനെ പോലെ പറയണം, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്ന് ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ യേശു തന്ന സൗഖ്യവും സമാധാനവും പ്രതിസന്ധികളിൽ നിന്നും യേശു തരുന്ന മോചനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ഇപ്പോൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ആയുധങ്ങളായി നാം ഉപയോഗിക്കണം. നാം അപ്രകാരം ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കും. നമ്മെ പ്രതിസന്ധിയിലാക്കുവാൻ ശ്രമിക്കുന്ന സാത്താൻ ലജ്ജിക്കുന്നത് അപ്പോൾ മാത്രമാണ്. ഒരു കൊച്ചിനെ പട്ടി ഓടിക്കുമ്പോൾ തൻ്റെ പിതാവിൻ്റെ അടുക്കൽ ഓടിച്ചെന്ന് കുഞ്ഞ് അഭയം പ്രാപിച്ചു. ആ കുഞ്ഞിനെ തൻ്റെ പിതാവ് പൊക്കിയെടുത്ത് മാറോടണച്ചു. ഇപ്പോഴും പട്ടി സമീപത്ത് തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ കുട്ടിയെ തൊടുവാൻ ഇനി പട്ടിക്കാകില്ല. കാരണം തൻ്റെ പിതാവിൻ്റെ ബലിഷ്ഠമായ കരങ്ങളിൽ ആ കുഞ്ഞ് സുരക്ഷിതനാണ്. തൻ്റെ പിതാവിനെ പട്ടി ഭയപ്പെടുത്തുകയില്ല, കാരണം പട്ടിയെ പിതാവ് തല്ലിക്കൊല്ലും. ഇതുപോലെ തന്നെയാണ് ഏത് പ്രതികൂലത്തിലും നാം ഓടി കർത്താവിൻ്റെ സന്നിധിയിൽ അഭയം പ്രാപിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഒരു പ്രതികൂലവും നമ്മെ തകർക്കാതെ വണ്ണം നമ്മുടെ പിതാവ് നമ്മെ സംരക്ഷിക്കും. ശൗൽ ഫിലിസ്ത്യരെ ഓടിച്ചു കളഞ്ഞിട്ട് മടങ്ങി വന്നപ്പോൾ ദാവീദ് എൻഗേദി മരുഭൂമിയിലുണ്ടെന്ന് ശൗലിന് അറിവ് കിട്ടി. അപ്പോൾ ശൗൽ എല്ലാ ഇസ്രായേലിൽ നിന്നും തിരഞ്ഞെടുത്തിരുന്ന 3000 പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അവൻ്റെ ആളുകളെയും തിരയുവാൻ കാട്ടാട്ടിൻ പാറകളിൽ ചെന്നു. അവൻ വഴിയരികെയുള്ള ആട്ടിൻ തൊഴുത്തിൽ എത്തി. അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. ശൗൽ കാൽമടക്കത്തിന് അതിൽ കടന്നു. എന്നാൽ ദാവീദും അവൻ്റെ ആളുകളും ഗുഹയുടെ ഉള്ളിൽ പാർത്തിരുന്നു. ദാവീദിൻ്റെ ആളുകൾ അവനോട്, ഞാൻ നിൻ്റെ ശത്രുവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാം എന്ന് യഹോവ നിന്നോട് അരുളി ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ശൗലിൻ്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. ശൗലിൻ്റെ വസ്ത്രാഗ്രം മുറിച്ചെടുത്തതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിൻ്റെ മനസാക്ഷി കുത്തിത്തുടങ്ങി. അവൻ തൻ്റെ ആളുകളോട്, യഹോവയുടെ അഭിഷിക്തനായ എൻ്റെ യജമാനൻ്റെ നേരെ കൈ എടുക്കുന്നതായ ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ, അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. 1 ശമൂവേൽ 24-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. ശൗലിൻ്റെ വസ്ത്രാഗ്രം മുറിച്ചതിനാൽ ദാവീദിൻ്റെ മനസാക്ഷി കുത്തിത്തുടങ്ങിയെന്ന് നാം കേട്ടു. നമ്മുടെ ആത്മാവിനോട് ദൈവാത്മാവ് നടത്തുന്ന സ്നേഹ സന്ദേശമാണ്, സ്നേഹ സംഭാഷണമാണ് മനസാക്ഷി കുത്തെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നല്ല മനസാക്ഷി തള്ളിക്കളയരുതെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ നല്ല മനസാക്ഷി നാം തള്ളിക്കളഞ്ഞാൽ നമ്മുടെ വിശ്വാസ കപ്പൽ മുങ്ങിപ്പോകും എന്നത് തീർച്ച. നാം മനം തഴമ്പിച്ചവരായി തീരുകയും നമ്മുടെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുവാൻ അത് ഇടവരുത്തും. 1 ശമൂവേൽ 24-ാം അധ്യായത്തിൽ ദാവീദ് ശൗലിൻ്റെ ജീവൻ രക്ഷിച്ചു. ശൗൽ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ വഴിക്ക് പോയി. എൻ്റെ യജമാനനായ രാജാവേ എന്നാണ് ശൗലിനെ ദാവീദ് വിളിച്ചത്. ശൗൽ തിരിഞ്ഞു നോക്കി പൊട്ടിക്കരഞ്ഞു. ദാവീദിനോട് ശൗൽ പറയുകയാണ്, ഞാൻ നിന്നെ കൊല്ലുവാൻ അന്വേഷിച്ചതിന് പ്രതിഫലമായി നീ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു. യഹോവ എന്നെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാറേയും എന്നെ കൊല്ലാതെ വിട്ടതിനാൽ നീ എനിക്ക് ഗുണം ചെയ്തു. ശൗൽ തുടരുകയാണ്, ദാവീദേ നീ രാജാവാകും. നീ രാജാവാകുമ്പോൾ എൻ്റെ സന്തതിയെ നിർമൂലമാക്കുകയില്ല എന്ന് യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. ദാവീദിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. 1 ശമൂവേൽ 24-ാം അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 ശമൂവേൽ 26-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലും ദാവീദ് ശൗലിൻ്റെ ജീവനെ രക്ഷിക്കുന്നുണ്ട്. അനന്തരം സീഫ്യർ ഗിബെയയിൽ ശൗലിൻ്റെ അടുക്കൽ വന്നു. ദാവീദ് മരുഭൂമിക്ക് തെക്കുള്ള ഹഗീല കുന്നിൽ ഒളിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. ശൗൽ എഴുന്നേറ്റ് ദാവീദിനെ തിരയുവാൻ സീഫ് മരുഭൂമിയിലേക്ക് ചെന്നു. ശൗൽ തന്നെ അന്വേഷിച്ച് മരുഭൂമിയിൽ വന്നിരിക്കുന്നുവെന്ന് ഗ്രഹിച്ച് അവിടേക്ക് ചാരന്മാരെ ദാവീദ് അയച്ചു. ശൗൽ പാളയം ഇറങ്ങിയിരിക്കുന്ന സ്ഥലത്ത് ദാവീദ് രാത്രിയിൽ ചെന്നപ്പോൾ ശൗൽ 3000 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. എല്ലാ പടയാളികളും ഗാഢനിദ്രയിലായിരുന്നു. അബീശായി ദാവീദിനോട്, ദൈവം നിന്റെ ശത്രുക്കളെ എന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാനവനെ കുന്തം കൊണ്ട് നിലത്തോട് ചേർത്ത് ഒരു കുത്തായി കുത്തട്ടെ, രണ്ടാമത് കുത്തുകയില്ല എന്ന് പറഞ്ഞു. ദാവീദ് അബീശായിയോട്, അവനെ നശിപ്പിക്കരുത്, യഹോവയുടെ അഭിഷിക്തൻ്റെ മേൽ കൈവച്ചിട്ട് ആർ ശിക്ഷ അനുഭവിക്കാതെ പോകുമെന്ന് പറഞ്ഞു. ഞാൻ യഹോവയുടെ അഭിഷിക്തൻ്റെ മേൽ കൈവെപ്പാൻ യഹോവ സംഗതി വരുത്തരുതേ. രാജാവിൻ്റെ കുന്തവും ജലപാത്രവും എടുത്തുകൊണ്ട് ദാവീദും കൂട്ടുകാരനും പോയി. മതിയായ അകലത്തിൽ നിന്നുകൊണ്ട് ദാവീദ് ശൗൽ രാജാവിനെ വിളിച്ചു. അപ്പോൾ ശൗൽ ദാവീദിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ അത്യന്തം തെറ്റിപ്പോയി എന്ന് ശൗൽ വിലപിച്ചു.
1 ശമൂവേൽ 24 ദാവീദിനെ കൊണ്ട് സത്യം ചെയ്യിച്ച് ദാവീദിനാൽ തൻ്റെ ജീവൻ തിരികെ പ്രാപിച്ച ശൗൽ 1 ശമൂവേൽ 26 വീണ്ടും ദാവീദിനെ കൊല്ലുവാൻ അന്വേഷിച്ചു. എന്നാൽ ഇവിടെയും ദാവീദ് ശൗലിനെ കൊല്ലാതെ അവൻ്റെ ജീവൻ രക്ഷിച്ചു. 1 ശമൂവേൽ 25 നാബാൽ എന്ന വ്യക്തി തൻ്റെ ബാല്യക്കാരെ നിന്ദിച്ചു എന്ന കാരണത്താൽ അവനെയും അവൻ്റെ ഭവനത്തിലെല്ലാവരെയും കൊല്ലുവാൻ ഇറങ്ങി പുറപ്പെട്ടു. ദാവീദിനെതിരേറ്റു വന്ന നാബാലിൻ്റെ ഭാര്യയായ അബീഗയിലിൽ കൂടിയുള്ള ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞതിനാൽ ദാവീദ് തൻ്റെ ഉദ്യമത്തിൽ നിന്നും പിന്തിരിഞ്ഞു. ആരെയും കൊല്ലാതെ തന്നെ സ്വസ്ഥാനത്തേക്ക് മടങ്ങിപ്പോയി. ദാവീദ് അബീഗയിലിൽ കൂടി കേട്ട ദൈവിക ആലോചന ഇപ്രകാരമായിരുന്നു: എന്നാൽ യഹോവ യജമാനന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മകളും നിവർത്തിച്ചു തന്ന് നിന്നെ ഇസ്രായേലിൻ്റെ പ്രഭുവാക്കി വയ്ക്കുമ്പോൾ അകാരണമായി രക്തം ചിന്തുകയും യജമാനൻ താൻ തന്നെ പ്രതികാരം നടത്തുകയും ചെയ്തു പോയി എന്നുള്ള ചഞ്ചലവും മനോവ്യതയും യജമാനന് ഉണ്ടാവുകയില്ല. ഈ വാക്കുകൾ തുടർന്ന് പാപം ചെയ്യാതെ വണ്ണം ദാവീദിനെ തടുത്തു എന്ന് കരുതാം. 1 ശമൂവേൽ 24, 25, 26 അധ്യായങ്ങളിൽ ദാവീദ് ചിലരുടെ പ്രാണനെ കൊല്ലാതെ സൂക്ഷിക്കുന്നു. 1 ശമൂവേൽ 24, 26 അധ്യായങ്ങളിൽ ശൗലിൻ്റെ പ്രാണനെയാണ് രക്ഷിക്കുന്നത്. എന്നാൽ 1 ശമൂവേൽ 25 നാബാലിൻ്റെയും അവൻ്റെ ഭവനക്കാരുടെയും ജീവനെയാണ് ദാവീദ് രക്ഷിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം മറ്റുള്ളവരെ സഹായിക്കുകയോ രക്ഷിക്കുകയോ ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ നമുക്ക് പ്രത്യുപകാരമോ സഹായമോ ചെയ്തെന്ന് വരികയില്ല. ഒരുപക്ഷെ നമ്മിൽ നിന്നും സഹായം വാങ്ങുന്നവർ അതിനുശേഷം നമ്മെ ദ്രോഹിക്കുവാൻ പോലും തയ്യാറായേക്കാം. നന്ദിയില്ലാത്ത ഹൃദയത്തിനുടമകളായ ചിലരെയെങ്കിലും നാം നമ്മുടെ പ്രയാണത്തിൽ കണ്ടേക്കാം. അഭിഷേകം നഷ്ടപ്പെടുത്തി കളഞ്ഞ ശൗലിൻ്റെ സ്വഭാവമുള്ളവരെയും ചിലപ്പോൾ കണ്ടേക്കാം. നാം നിരാശപ്പെടുകയോ വിശ്വാസത്തിൽ നിന്നും യേശുവിനെ ഉപേക്ഷിച്ച് പിന്മാറിപ്പോവുകയോ ചെയ്യാതെ ദൈവവചനമായ ബൈബിൾ വായിക്കുകയും ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്ത് ക്രൂശിനെ നോക്കി മുന്നേറുകയും ജീവരക്ഷ പ്രാപിക്കുകയുമാണ് ചെയ്യേണ്ടത്. നാം ഏത് സാഹചര്യത്തിലും പറയേണ്ടത് ദാവീദ് പറഞ്ഞതുപോലെ, എൻ്റെ കൈ അവൻ്റെ മേൽ വീഴുകയില്ല, എൻ്റെ നാവ് അവനെതിരെ സംസാരിക്കുകയില്ല, എൻ്റെ പേന അവനെതിരെ ചലിപ്പിക്കുകയില്ല എന്നാണ്. ഓർക്കുക, നാം വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നല്ലത് നാം വിതച്ചാൽ നല്ലത് മാത്രം കൊയ്യിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവിൻ്റെ വേലയെ സ്നേഹിക്കുന്നവരും സഹായിക്കുന്നവരെയും മറന്നു കളയുന്നവനല്ല കർത്താവായ യേശു ക്രിസ്തു. ആകയാൽ ആരെല്ലാം കുന്തം എറിഞ്ഞാലും നമുക്കെതിരെ പേന ചലിപ്പിച്ചാലും വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിച്ചാലും നാം ക്രൂശിക്കപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ധ്യാനിക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവനെ അനുഗമിക്കുകയും ചെയ്യണം. നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കുന്നവനായ ഒരു നല്ല കർത്താവ് ക്ഷീണിക്കാത്ത തൻ്റെ കണ്ണുകൊണ്ട് നമ്മെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അവൻ്റെ ചെവി തൻ്റെ കൊച്ചു കുഞ്ഞു പറയുന്ന വാക്കുകൾ കേൾക്കുവാൻ കൊതിക്കുന്ന സ്നേഹമുള്ള അപ്പൻ കാത്തിരിക്കുന്നത് പോലെ നമ്മുടെ വാക്കുകൾ കേൾക്കുവാൻ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ കർത്താവ് പറയണം. നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ കർത്താവ് പറയണം. ആഹാബിൻ്റെ പ്രവൃത്തി കണ്ടപ്പോൾ ഏലിയാവിനോട് പറഞ്ഞതുപോലെ ദൈവഭക്തനായിരുന്ന നാബോത്തിനെ ഉപവാസം പ്രഖ്യാപിച്ച് പ്രധാന സ്ഥലത്തിരുത്തി ദുഷ്കർമ്മികളെ കൊണ്ട് കള്ളസാക്ഷ്യം പറയിപ്പിച്ച് കല്ലെറിഞ്ഞ് കൊന്ന ആഹാബ് കഠിനമായ ന്യായവിധി അവനെതിരെ ദൈവം ഏലിയാവിൽ കൂടി കേൾപ്പിച്ചപ്പോൾ അത് കേട്ട ആഹാബ് എന്ന ഇസ്രായേൽ രാജാവ് രട്ടുടുത്ത് വെണ്ണീരിലിരുന്നു. അത് കണ്ട യഹോവ ഏലിയാവിനോട് പറയുകയാണ്, എൻ്റെ ദാസനായ ആഹാബ് തന്നെത്താൻ താഴ്ത്തിയത് കണ്ടുപോ എന്ന്. 1 രാജാക്കന്മാർ 21 29 ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഷ്കളങ്കനും യഹോവ ഭക്തനുമായ നാബോത്തിനെ അരുംകൊല ചെയ്ത ആഹാബ് തന്നെത്താൻ താഴ്ത്തിയതിൽ പ്രസാദിച്ച ദൈവം യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ശപിക്കാതെ അനുഗ്രഹിക്കുകയും ചെയ്താൽ നമ്മിൽ എത്രയധികം പ്രസാദിക്കുമെന്ന് നാം ചിന്തിക്കുകയാണ്. നമ്മുടെ കർത്താവ് നീതിയുള്ള ന്യായാധിപനാണ്. അവൻ നമുക്ക് വേണ്ടി നീതി നടത്തിത്തരും നിശ്ചയം. ആകയാൽ നമുക്ക് ദൈവകൽപ്പനകൾ അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുകയും നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നീതിക്ക് വേണ്ടി കൊതിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് നീതി നടത്തി കൊടുക്കണമേ.
പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും മടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.